നിബിതങ്ങളെ ശപിച്ചു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആര് ധരിക്കുന്ന വസ്ത്രം? നമ്മുടെ സഹോദരിമാര് ധരിക്കുന്നു, നമ്മുടെ ഉമ്മമാര് ധരിക്കുന്നു, നമ്മുടെ മക്കൾ ധരിക്കുന്നു. അപ്പായുമായി വാങ്ങിച്ചു കൊടുക്കുക. പ്രായപൂർത്തി എത്തിയതാകുന്ന മക്കൾക്ക് ഉള്ളിൽ കിടക്കുന്ന അവയവങ്ങളെ പുറത്ത് കാണത്തക്ക രീതിയിലുള്ള വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മുടെ രക്ഷിതാക്കളല്ലേ, മാതാപിതാക്കളല്ലേ? അവസാനം ഒളിച്ചോടും. ഈ പെണ്ണ് ഏതെങ്കിലും അന്യമതത്തിൽപ്പെട്ടതോ ഇല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടതാന്ന് നമുക്ക് അന്യരാകുന്ന ഏതെങ്കിലും ഒരു വ്യക്തികളോടൊപ്പം ഒളിച്ചോടുന്ന സമയത്ത് ഓടി വരിക ഉസ്താദിനോട്, ഉസ്താദേ നമ്മുടെ മോള് ഒളിച്ചോടി പോയി ഉസ്താദേ. വസ്ത്രവിധാനം ഇവർ ശ്രദ്ധിച്ചിരുന്നില്ല. സ്വന്തം മകളുടെ വസ്ത്രവിധാനം ശ്രദ്ധിച്ചിരുന്നില്ല. മാന്യമായ വസ്ത്രവിധാനം അവൾക്ക് നൽകിയിരുന്നില്ല. പരിശുദ്ധ ദീനനുസരിച്ചിട്ടുള്ള ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വസ്ത്രവിധാനം നൽകിയിരുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇയ്യാകും നിങ്ങളെ സൂക്ഷിക്കണേ, വസിയ അഹ്ല ശിർകി, ശിർക്കിന്റെ അഹ്ലുകാർ അവിശ്വാസികളുടെ വസ്ത്രവിധാനവും ശ്രദ്ധിക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാണ്. ഇയ്യാകും വസിയ അഹ്ല ശിർകി, പാശ്ചാത്യ സംസ്കാരങ്ങളെ നിങ്ങൾ വലിച്ചെറിയണേ. അവരുടെ വസ്ത്രവിധാനം കൊണ്ടുവരരുതേ. ശിർക്കിന്റെ അഹ്ലുകാരുടെ വസ്ത്രവിധാനത്തിലേക്ക് മുസ്ലിമേ പോകരുതേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നില്ലേ? നമുക്കിടയിൽ വന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്ത്രീകളെ അവരേക്ക് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്. സ്വഹാബത്തിനെ അല്ലാഹുവിന്റെ റസൂല് പള്ളിയിൽ ഇരുത്തിക്കൊണ്ട് വസ്ത്രവിധാനത്തെ കുറിച്ച് വഅദ് കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പുരുഷന്മാര് നെരിയാണിക്ക് മുകളിലേക്ക് വസ്ത്രം തെറുത്ത് കയറ്റണേ, സ്ത്രീകൾ നെരിയാണിക്ക് താഴോട്ട് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിടണേ. നെരിയാണിക്ക് താഴെ ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിടണം സ്ത്രീകൾ. സയ്യിദുനാ റസൂലുള്ളാഹി അവർക്ക് വഅദ് പറഞ്ഞു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇതൊക്കെ നമ്മുടെ സഹോദരിമാർ അറിയണ്ടേ? ദീനിന്റെ നിയമം ഇതാണെന്ന് അവർ മനസ്സിലാക്കണ്ടേ? നെരിയാണിക്ക് താഴോട്ട് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിടണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പ്രിയപ്പെട്ട അനുയായികൾക്ക് വഅദ് പറഞ്ഞു കൊടുത്തപ്പോ ഉടനെ ഒരു അനുയായി എഴുന്നേൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് ഒട്ടകത്തിന്റെ പുറത്ത് സഞ്ചരിക്കുന്നവരാണ്, ഒട്ടകക്കട്ടിലിലേക്ക് കയറുന്നവരാണ്. ഒട്ടകത്തിന്റെ പുറത്തേക്ക് ഒട്ടകക്കട്ടിലിലേക്ക് കയറുമ്പോ ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടാലും അവരുടെ കാലിന്റെ അടിഭാഗം പാദം കാല് കാണാൻ ചാൻസ് ഉണ്ട് നബിയേ. അന്യപുരുഷന്മാര് ദർശിക്കാൻ ചാൻസ് ഉണ്ട് നബിയേ. നല്ല പൊക്കമുള്ള വാഹനത്തിന്റെ പടിയിലേക്ക് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കാലെടുത്ത് വെക്കുമ്പോ, ബസ്സിലാകട്ടെ ട്രെയിനിലാകട്ടെ ഏത് തരത്തിലാകട്ടെ, അങ്ങനെ കാലെടുത്ത് വെക്കുന്ന സന്ദർഭത്തില് കാലിന്റെ അടിഭാഗം അന്യപുരുഷന്മാര് കാണാൻ ചാൻസ് ഉണ്ട് നബിയേ. ഒട്ടകക്കട്ടിലിലേക്ക് കയറുമ്പോ ഞങ്ങളുടെ ഭാര്യമാരുടെ കാല് വെളിപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു ചാൺ വസ്ത്രം അങ്ങനെ താഴ്ത്തിയിട്ടാലും അന്യരാകുന്ന പരപുരുഷന്മാര് കാലിന്റെ അടിഭാഗമോ കാലിന്റെ തൊലിവെളുപ്പോ കാണുന്നുവെങ്കിൽ ഒരു മുഴം കൂടെ താഴ്ത്തിയിടണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ചോദിച്ചോണ്ട് വരണ്ട, ഓരോ മുഴവായിട്ട് അങ്ങോട്ട് നീട്ടിട്ടോ കാണുന്നുണ്ടെങ്കിൽ സയ്യിദുനാ റസൂലുള്ളാഹി. ചിന്തിച്ചു നോക്ക്. കാണുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല എന്നല്ല പറഞ്ഞത്. അന്യപുരുഷന്മാര് കാണുന്നുണ്ടോ എങ്കിൽ അങ്ങനെ കാണിക്കല്ല് കേട്ടോ. ഓരോ മുഴം കൂടി വസ്ത്രം താഴ്ത്തിയിടണേ സയ്യിദുനാ റസൂലുള്ളാഹി. 44 ഇഞ്ചിന്റെ വസ്ത്രം വാങ്ങിച്ചോണ്ട് വന്നു. മീഡിയം കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ലാർജ് സ്ത്രീകൾക്ക് വാങ്ങിച്ചു കൊടുത്തപ്പോ, ഇത് ഭയങ്കര ഇറക്കം കൂടുതലാണ്, ഇറക്കമൊക്കെ ഷേപ്പ് ചെയ്തിട്ട് റാഹത്തായിട്ട് ഇത്ര ആക്കിയിരിക്കുക. പള്ളിയിലെ മൂലിയാര് പോകുന്ന പോലെ റാഹത്തായിട്ട് മതി. പറ്റൂല.
അതുകൊണ്ടൊന്ന് ഷെയ്പ്പ് ചെയ്യുക, അതിങ്ങനെ കൊണ്ടൊന്ന് ഇടുക്കുക റാഹത്തായിട്ട്, എല്ലാം ത്രസിച്ച് നിൽക്കട്ടെ, റാഹത്തായിട്ട് ജനങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എവിടെ പോയി സമൂഹം? അതുകൊണ്ടൊന്ന് ഷെയ്പ്പ് ചെയ്യും. പർദ്ദ കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ അത് കടയിൽ കൊണ്ടുപോയിട്ട് അതിന്റെ ഉൾഭാഗത്ത് നല്ല ഷെയ്പ്പ് ചെയ്യുക, നല്ല അംഗലാവണ്യങ്ങളും ആകാര സൗഷ്ഠങ്ങളും ഒക്കെ എടുത്ത് കാണിക്കണം, എല്ലാം കാണിച്ചു കൊടുക്കണം. ആരാ ഇത് ചെയ്യുന്നത്? മുസ്ലിമത്തായ സഹോദരി ഈ സമൂഹത്തിൽ നടക്കാൻ എന്നിട്ട് പർദ്ദ ധരിച്ചിട്ടുണ്ട്, കാണാന്നെല്ലാം കാണുന്നുണ്ട്, റാഹത്ത്, കുഴപ്പമൊന്നുമില്ല. പർദ്ദയുണ്ട്, തലമറച്ചിട്ടില്ല, അങ്ങനെയുണ്ട്. പർദ്ദയുണ്ട്, പക്ഷെ തലയിലൊന്നുമില്ല, തലേ തുണിയില്ല, അതില്ല. ഇല്ലേ നമ്മുടെ സമൂഹത്തിലില്ലേ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞില്ലയോ, തലമറയ്ക്കണേ, അത് സ്ത്രീകൾക്ക് നിർബന്ധമായ കാര്യമാണ്. അന്യരാകുന്ന പരപുരുഷന്മാരെ തൊട്ട് മറയണേ. മറക്കണം. ആര് ശ്രദ്ധിക്കുന്നു ഇവിടെ? ഇപ്പൊ ഹജ്ജ് കഴിഞ്ഞ് അല്ലേ, ഹജ്ജിന്റെ സീസൺ കഴിഞ്ഞിട്ട് ഇപ്പൊ നാട്ടിലോട്ട് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എല്ലാവരുടെയും ഹജ്ജും ഉംറയും സിയാറത്തും ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഉറക്കാമയും പറയും അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ സാധാരണ പോലല്ല, ഇൽമുണ്ടാകും, അറിവുണ്ടാകും, ഉപകാരപ്പെടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞത് ഹജ്ജിനെ കുറിച്ചാണ്. ഇന്നും യൂട്യൂബിലുണ്ട്, ധാരാളം വിവേഴ്സ് ഉണ്ട്, ധാരാളം ആളുകൾ അത് കേട്ടിട്ടുണ്ട്. ഹജ്ജിന്റെ ഒരുപാട് വിഷയങ്ങൾ സമർത്ഥിച്ചുകൊണ്ട് ധാരാളം ആയത്തുകളും ഹദീസുകളും വെച്ചിട്ടുള്ള പ്രസംഗമാണ്. കഴിഞ്ഞ വർഷം പെരുന്നാളിന്റെ സുദിനത്തിനായിരുന്നു അന്നുണ്ടായിരുന്നു. അന്ന് സെപ്റ്റംബർ 1 ഇന്നും സെപ്റ്റംബർ 1. അതാണ് അതിന്റെ പ്രത്യേകത. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം വരെ അള്ളാഹു തൗഫീഖ് തരട്ടെ. വിഷയങ്ങൾ കിടക്കല്ലേ, ധാരാളം വിഷയങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്, മസലകൾ പഠിക്കാനുണ്ട്. ഇന്നിപ്പം നഖം മുറിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ച പോലെ ഇതുപോലെ എത്രയോ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കാണ്ടുണ്ട്. ജനങ്ങൾക്കറിയാം. ഇതൊക്കെയാണ് പഴയ കാലഘട്ടത്തിലെ ആലിമീങ്ങൾ, പഴയ വലിയ ആലിമീങ്ങളൊക്കെ വാത് പറയുകയും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഇന്നത് എത്തിക്കലില്ല. ഈ നഖം മുറിക്കുന്ന വിഷയം തന്നെ ഒരുപക്ഷെ ഈ ആധുനിക യുഗത്തിൽ ഇപ്പോഴുള്ള തലമുറ ആദ്യമായിട്ടായിരിക്കും ശ്രമിക്കുന്നത്. ഉറപ്പാണത്. മിക്കവർക്കും അത് അറിയില്ല. അറിയുന്ന ആലിമീങ്ങളുണ്ട്, ഉലമാക്കളുണ്ട്, മുത്തലിമീങ്ങളുണ്ട്. അവരൊഴികെ ബാക്കിയുള്ളവർക്ക് എത്രത്തോളം ഒരു പരിചിതമല്ല. വിഷയങ്ങൾ എത്രയോ നമ്മൾ പഠിക്കാനുണ്ട്, എത്രയോ ജീവിതത്തിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവരുന്ന വിഷയങ്ങൾ തന്നെ നമ്മൾ പഠിക്കാനുണ്ട്. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നു നമ്മുടെ എത്രയോ ഉമ്മമാര്. ഹജ്ജിന് വേണ്ടി പോകുന്ന സഹോദരി ഹജ്ജിന്റെ സമയത്ത് അവരുടെ മുഖവും മുൻകൈയും തുറന്നിടണമെന്നാണ്. എന്ന് പറഞ്ഞാൽ അത് വെളിവാക്കണമെന്നാണ്, അടയ്ക്കാൻ പാടില്ല. മുഖവും മുൻകൈയും ഒഴികെയുള്ള അവയവങ്ങൾ ഹജ്ജിന്റെ വേളയിൽ മറക്കാൻ പാടില്ല. ഒഴികെയുള്ള അവയവങ്ങൾ മറക്കണം. മുഖവും മുൻകൈയും ഒഴികെ. മുൻകൈയാണ് കേട്ടോ, മുൻകൈ. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്, എടുത്തു പറയുന്നു. ഈ 2 അവയവങ്ങൾ അഥവാ മുഖവും മുൻകൈയും ഒഴികെ. മുഖം എന്ന് പറയുന്നത് അവളുടെ താടിരോമം, പുരുഷന്റെ താടിരോമം മുളയ്ക്കുന്ന ഭാഗം വരെ, അതാണ് മുഖം. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ മുഖമക്കരയിടുന്ന മിക്ക സ്ത്രീകളും മോഹക്കരയിടുന്ന ഇങ്ങനെയാണ്. അടിയിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ക്ലിപ്പിട്ടേക്ക്, നല്ല റാഹത്ത്. താടി, ഇവരുടെ താടിയില്ല അവർക്ക്, പക്ഷെ ആ താടിയുടെ ഭാഗം വെളിവായിട്ടുണ്ട്. നമസ്കാരം ശരിയാവൂല. മസലയാണ് ഈ പറയുന്നത്. വളരെ ശ്രദ്ധിക്കണം. മുഖമെന്ന് പറയുന്നത് എവിടെയാണ്? അവന്റെ മുടിയുടെ രോമം കിളുക്കുന്നത്. ഇതൊക്കെ പഠിക്കണം. നമ്മൾ എത്ര വിഷയം പഠിക്കാൻ കിടക്കുന്നു, എത്ര മസല നമ്മൾ പഠിക്കാൻ കിടക്കുന്നു, ഒന്നും അറിയില്ല. 000 കിടക്കാണ് നമ്മൾ. മുടിയുടെ രോമം കിളുക്കുന്ന പോലെ താടി രോമം കിളുക്കുന്നവരെ ഇതാണ്. ചെവിക്കുറ്റി, 2 ചെവിക്കുറ്റി മുതൽ ഇതാണ്. അപ്പം മുഖം മറയ്ക്കുക എന്ന് പറഞ്ഞാൽ, മുഖം ഒഴികെയുള്ള അവയവങ്ങൾ മറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് മറയ്ക്കേണ്ടത്. ഇങ്ങനെയാണ് പറയുന്നത്. അതാ മയ്യത്ത് നമ്മൾ പൊതിയുന്ന കണ്ടിട്ടുണ്ടാവുമല്ലോ, സ്ത്രീകളുടെ മയ്യത്ത് പൊതിയുന്ന കണ്ടിട്ടില്ലേ? ആ രീതിയാണ് വരേണ്ടത്. മിക്ക സ്ത്രീകൾ നിസ്കാരത്തിൽ ശ്രദ്ധിക്കാറില്ല, ഹജ്ജിന്റെ വേളയിൽ ശ്രദ്ധിക്കാറില്ല. ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഒരു ക്ലിപ്പിട്ടേക്കും, കുറച്ചിവിടെ ഇങ്ങനെ തുറന്നിട്ടേക്കും, നല്ല കാറ്റ് കയറിക്കോട്ടെ, റാഹത്ത്. മസല ശ്രദ്ധിച്ചില്ലേ, അമല് പോയി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം ഈ വിഷയങ്ങൾ, വളരെ ശ്രദ്ധിക്കണം. വീട്ടിൽ നമ്മുടെ സഹോദരിമാരെ നിസ്കാരം ശ്രദ്ധിക്കണം, ഭാര്യയുടെ ശ്രദ്ധിക്കണം. ഇത് പ്രത്യേകം അവർക്ക് പറഞ്ഞു കൊടുക്കണം. അറിവില്ലായ്മ കൊണ്ടാണ്, പറഞ്ഞു കൊടുക്കണം. വിവരങ്ങളൊക്കെ ഒരു തെളിപ്പെടുത്തി കൊടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, സ്ത്രീകൾ ഔറത്ത് മറക്കണേ. ഹജ്ജിന് വേണ്ടി പോയതാകുന്ന ഒരു സഹോദരി, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന ഒരു സഹോദരി, ഹജ്ജിന്റെ നിർബന്ധമായ ഇഫാദത്തിന്റെ തവാഫ് ചെയ്യുന്ന വേളയിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ള അവയവങ്ങൾ മറച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ തലയിൽ നിന്ന് ഒരൊറ്റ തലമുടി മാത്രം വെളിവായിരിക്കുകയാണ്. ലൗ ലഹറത് ശഅറത്തും മിൻ ശഅറാതിഹാ വതാഫത് ബിൽ ബൈത്ത്
ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ മജ്മൂഇൽ രേഖപ്പെടുത്തുകയാണ്, ശർഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തുകയാണ്. ഹജ്ജിന് വേണ്ടി പോയ സഹോദരിയാണ്, ഹജ്ജിന്റെ നിർബന്ധമായ തവാഫ് ചെയ്യുകയാണ്. മുഖവും മുങ്കയും ഒഴികെയുള്ള അവയവങ്ങൾ മറച്ചിട്ടുണ്ട്, എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ തലയിലെ രോമം മുഴുവൻ അവളുടെ നെറ്റിത്തടത്തിലേക്ക് കടക്കുകയാണ്. ഒരൊറ്റ രോമം മാത്രമേ ഉള്ളൂ, ഒരു മുടിക്കഷണം മാത്രമേ ഉള്ളൂ. പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്തുവെങ്കിലും ഹജ്ജിന്റെ കൂലി കാമിലാകാതെയാണ് അവൾ മടങ്ങുന്നതെന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ്. സാര കളിയാണോ ഹജ്ജ് എന്നൊക്കെ പറഞ്ഞു? ഹജ്ജില്ല, നാട്ടിൽ വന്ന് ഹജ്ജുമ്മ എന്നൊക്കെ പറയാച്ച അവിടെ നിൽക്കട്ടെ, എന്റെ ഹജ്ജ് ശരിയായിട്ടില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് ഹജ്ജിനൊക്കെ പോകുന്നതിന് മുമ്പ് ഹജ്ജ് ക്ലാസ്സിലൊക്കെ പങ്കെടുക്കും. ഇത് ക്ലാസ്സിലൊന്നും പോകില്ല, ഒരു പുസ്തകം എടുത്ത് കൈ വെച്ചിട്ടുണ്ട്, പോക്കറ്റ് വെച്ചിരിക്കും. ഇതുകൊണ്ട് നമുക്കതിൽ അവിടെ പോകുമ്പോൾ ഈ പുസ്തകം നോക്കി ഇങ്ങനെ നടക്കുക, എവിടെ തട്ടി താഴോട്ട് വീണ്, പിന്നെ എവിടെ തവാഫ് എന്ന് പോലും അറിയാൻ പോലും, തവാഫിന്റെ സ്ഥലവും മറന്ന് ഈ പുസ്തകം കൈ പിടിച്ചോണ്ട് നടക്കുകയാണ്. ഇതൊക്കെ ഇവിടുന്ന് തന്നെ പഠിക്കണ്ടേ. അടുത്ത കൊല്ലം ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ ഇപ്പോഴേ തയ്യാറെടുക്കണം, നേരത്തെ തന്നെ റെഡിയാകണം. മസാലകളൊന്നും അറിയില്ല, ഒരു വിഷയങ്ങളും പഠിക്കൂല, ശ്രദ്ധിക്കൂല. സമയമാകുമ്പോഴത്തേക്കും കെട്ടുംകടയൊക്കെ എടുത്ത് അച്ചാറൊക്കെ എടുക്കുക, അച്ചാറ് ബീഫ് ഒലത്തിയത് ഒക്കെ കറക്റ്റ് ചെയ്യുക, കുറച്ച് ദിവസം ഇരിക്കുന്നത് തന്നാൽ മതി. ഇതെല്ലാം സാധനം എല്ലാം റെഡിയാക്കുക. ചമ്മന്തിപ്പൊടി ഒക്കെ കൊണ്ടുപോവുക, അവലോസ് പൊടി, ഇതൊക്കെയാണ് ഹജ്ജിന് പോകുമ്പോൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ. ബാഗിനകത്ത് ഇതൊക്കെ റെഡി ആയിട്ടിരിക്കുന്നത്. അവിടെ പോയിട്ട് ഇത് അവലോസ് പൊടി നിന്റെ തീർതാ, എന്റെയിലുണ്ട് വാ എന്ന് പറയും. ഇതാ പരിപാടി. ആഹാരം കൊണ്ടുപോകണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കൊണ്ടുപോകുന്ന ഇതാ തഖ്വയല്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വേറെ വിഷയമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഏതായിരുന്നാലും അങ്ങനെ ഹജ്ജിന് വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ പോലും ഒരൊറ്റ മുടിക്കഷ്ണം, ഒരൊറ്റ മുടി മതി. ലൗ ലഹറത് ശഅറത്തും മിൻ ശഅറാതിഹാ വതാഫത് ബിൽ ബൈതി റജഅത് ബിഗൈരി ഹജ്ജിൻ. ഒറ്റ മുടിക്കഷ്ണം വെളിവായാൽ ഹജ്ജില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. എത്രയെത്ര സഹോദരിമാരാണ് തലമറയ്ക്കാത്ത സഹോദരിമാരില്ലയോ? പർദ്ദ ധരിക്കുന്ന സഹോദരിമാര് തന്നെ തലമറയ്ക്കാത്തവരില്ലയോ? തലമറയ്ക്കൽ ഒരു ഷാൾ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുക. സ്കൂളിൽ നമ്മളെ മക്കളെ പറഞ്ഞു വിടും, മാന്യമായ രീതിയിൽ അവർ മറക്കുന്നില്ലല്ലോ. അവരത്ത് ഒളിവാക്കിക്കൊണ്ട് നടക്കാൻ, കഴുത്ത് വെളിവാക്കിയിരിക്കാൻ, നെഞ്ചിന്റെ പകുതി ഭാഗം വെളിവാക്കിയിരിക്കാൻ, നൈറ്റി അടിപ്പിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഇങ്ങനെ ഇറക്കത്തിലങ്ങ് അടിപ്പിക്കും, കുറച്ച് ബാക്ക് ഭാഗം നല്ല ഇറക്കത്തിലടിപ്പിക്കും. എന്താണിത്? ഒരല്പസ്വല്പം വീട്ടിനുള്ളിൽ നിന്റെ ഔറത്ത് പറഞ്ഞിട്ടുണ്ട്. അന്യപുരുഷന്മാരുടെ മുന്നിലാണ് ഈ പറയുന്നതൊക്കെ. വീട്ടിനുള്ളിൽ യജൂസു ലഹാ മിൻ ഗൈരി തബർറുജിൻ الوجه والرأس والرقبة والكفين والكعبين وتستر ما سوى ذلك. ഒരു പെണ്ണിന് വീട്ടിന്റെ ഉള്ളിൽ വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾക്ക് മുന്നിൽ, സ്വന്തം മക്കൾ ഭർത്താവിന്റെയൊക്കെ മുന്നിൽ അവൾക്ക് വെളിവാക്കാൻ പറ്റുന്നത് അൽ വജ്ഹ, മുഖം വെളിവാക്കാം, വറഅസ, തല വെളിവാക്കാം, വറഖബത, പിരടി വെളിവാക്കാം, വൽ കഫൈനി, രണ്ട് മുൻകൈ വെളിവാക്കാം, വൽ കഅബൈനി, രണ്ട് കാലിന്റെ നെരിയാണി വരെയുള്ള ഭാഗങ്ങളും വെളിവാക്കാം. അത്രേ ഉള്ളൂ. മുറ്റമടിക്കാൻ പോവാണ്, ഇങ്ങോട്ട് വാരിയിട്ട് ഇങ്ങോട്ട് കുത്തുക, പറ്റുമോ? പറ്റൂല. ഒക്കെ ശ്രദ്ധിക്കണം. ആരും ഇല്ല എങ്കിൽ നമ്മുടെ ചുറ്റോട്ട് മതിൽക്കെട്ടൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുക. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്നതാണ്. ആരുമില്ല, ചുറ്റുവട്ടം നമ്മൾ മതിൽക്കെട്ടിനുള്ളിലാണ് ആയിക്കോട്ടെ, എങ്കിൽ തന്നെയും തൊട്ടടുത്തിട്ടുള്ള വീടുണ്ടോ, ആ വീടിന്റെ മട്ടുപ്പാവിൽ നിന്നുണ്ട് അയൽവാസി ക്യാമറയിൽ സൂം ചെയ്തിട്ട് അവൻ പിടിക്കുന്നുണ്ടോ ഹേവാൻ, ഇത് നമ്മൾ നോക്കണം. ശ്രദ്ധിക്കണം. കാലഘട്ടം വളരെ മോശമാണ്. എത്രയോ സമൂഹത്തിൽ നടക്കുന്നു. ഈ അടുത്ത് നമ്മൾ വാട്സാപ്പിലും ഫേസ്ബുക്കിലും കണ്ടില്ലേ, സ്വന്തം ഭർത്താവില്ലാത്ത സമയത്ത് പ്രവാസിയാകുന്ന ഭർത്താവിന്റെ വീട്ടിലേക്ക് ആ പാവപ്പെട്ട സഹോദരിയുടേതാകുന്ന കുളിസീൻ പകർത്തിയിട്ട്, അവൾ അറിയാതെ ഒളിക്യാമറ വെച്ച് പകർത്തിയിട്ട് അത് കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക. എനിക്ക് വഴങ്ങണം കേട്ടോ, രാത്രിയാകുമ്പോ എന്നെ പറമ്പിലോട്ട് വന്നേക്ക്, നമുക്ക് റാഹത്താക്കിയൊക്കെ ഹയാത്താക്കാന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിലില്ലേ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സ്ത്രീകൾ പേടിച്ചിട്ടില്ലെങ്കിൽ ഇത് ഫേസ്ബുക്കിലിടും, വാട്സാപ്പിലിടും, ഇത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുമെന്ന് പറയുമ്പോൾ സ്ത്രീകളെ പെട്ടുപോവാണ്. ഒരിക്കലും നിങ്ങൾ അത്തരത്തിൽ പെട്ടുപോകുന്ന ചിന്തിക്കണ്ട. അത് വേഗം തന്നെ നിങ്ങൾ ഭർത്താവിനെ അറിയിക്കണം. അതാണ് യഥാർത്ഥ ഭാര്യമാര് ചെയ്യേണ്ടത്. വേഗം തന്നെ അറിയിക്കണം. വേഗം തന്നെ അത് നിങ്ങൾ മടിച്ചു നിൽക്കണ്ട, പെട്ടുപോകരുത്. കാരണം നിങ്ങൾ അവനുപയോഗിച്ച് അടുത്ത കൂട്ടുകാരൊക്കെ പങ്കുവെക്കും. അത് ഖിയാമത്ത് നാൾ വരെ തുടരും. വലിയ അപകടമാണ്. ബസ്സിൽ കയറുമ്പോ സ്ത്രീകളുടെ ശരീരത്തിൽ തൊടുന്നു, മിണ്ടാതിരിക്കണ്ട, പ്രതികരിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കൊണ്ട് ഒരു പെണ്ണ് പ്രതികരിക്കുന്നത്
നല്ല രീതിയിൽ പ്രതികരിച്ചു ആ പെണ്ണ്. അവനെ കർണക്കുറ്റിയൊക്കെ ഒരു അടി കൊടുക്കുന്ന വീഡിയോ ഇപ്പോഴും ഉണ്ട്, യൂട്യൂബിൽ കാണാം. അങ്ങനെ പ്രതികരിക്കണം. നിങ്ങൾ അടിക്കാൻ നിന്നില്ലേലും അവിടെയുള്ള കണ്ടക്ടറോടോ അല്ലെങ്കിൽ ബസ് ഡ്രൈവറോടോ അല്ലെങ്കിൽ മറ്റടുത്തിരിക്കുന്ന പുരുഷന്മാരോടോ പറഞ്ഞിട്ട് പ്രതികരിക്കണം, പ്രതികരിക്കാതിരിക്കരുത്. കാരണം ഈ തോണ്ടലും തടവലും പിറ്റേ ദിവസം ഒരു കൂടുകയുള്ളൂ, കുറയൂല ഒരിക്കലും. വളരെ ശ്രദ്ധിക്കണം, നമ്മുടെ സമൂഹം വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകൾ ഒന്നുകൂടി ജാഗരൂകരാകണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇതൊക്കെ നമ്മുടെ വസ്ത്രവിധാനം ശ്രദ്ധിച്ചാൽ മതി. വസ്ത്രവിധാനം ശ്രദ്ധിച്ചാൽ തന്നെ ഇതൊക്കെ തടയിടും. ഒരാൾ തൊടാൻ പോലും വരൂല. അങ്ങനെയല്ലേ ഖുർആൻ പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, അല്ലയോ നബിയേ യാ അയ്യുഹൻ നബിയോ, ഹബീബായ നബി തങ്ങളെ വിളിച്ചുകൊണ്ട് ഖുർആൻ ഉറപ്പെടുത്തുകയാണ്, അല്ലയോ പ്രവാചകരെ, ഖുൽ ലിഅസ്വാജിക, തങ്ങളുടെ ഭാര്യമാരോട് ആദ്യമായി ഉപദേശിക്കണേ, വബനാതിക, തങ്ങളുടെ പെൺമക്കളോടും ഉപദേശിക്കണേ. തീർന്നില്ല വനിസാഇൽ മുഅ്മിനീൻ, ലോകത്തുള്ള സർവ്വവിശ്വാസികളുടെ ഭാര്യമാരോടും പറയണേ. അവർക്ക് ഉത്ബോധനം നടത്തണേ. അവരറിവില്ലാത്തത് കൊണ്ട് ചെയ്യുന്നതാണ്, അവർ പാപികളാണ്, ദോഷികളാ. അവർക്ക് പറഞ്ഞു കൊടുക്കണേ, യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന, അവരുടെ തലയിലിട്ടിരിക്കുന്ന തട്ടം കൊണ്ട് അവരുടെ മുഖം കൂടി അന്യപുരുഷന്മാരിൽ നിന്ന് മറക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ. ഇന്നാരാണിത് ശ്രദ്ധിക്കുന്നത്? ആലിമീങ്ങൾ മാത്രം അവരുടെ ഭാര്യമാരെ ശ്രദ്ധിച്ചാൽ മതിയോ? ഉലമാക്കൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ? പാടില്ല. ഖുർആൻ പറഞ്ഞത് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളോടുമാണ്. ആലിമീങ്ങളുടെ അമ്പിയാക്കളുടെ അനന്തരാവകാശികളായ ഉലമാക്കളുടെ ഭാര്യമാര് മാത്രം ഇത് ശ്രദ്ധിച്ചാൽ പോരാ. മുതഅല്ലിമീങ്ങളുടെ സഹോദരിമാരോ അവരുടെ ഉമ്മമാരോ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. ലോകത്തുള്ള മുഴുവൻ സഹോദരിമാരും അന്യരായ വ്യക്തികളെ കാണുമ്പോ അവരുടെ മുഖം മറക്കണേ, മുഖകമലം മറക്കണേ എന്ന് വിശുദ്ധ ഖുർആനാണ് ഈ പറഞ്ഞത്. തള്ളിക്കളയുന്നവന് തള്ളിക്കളയാ, തീർന്ന് ആഖിറ നഷ്ടപ്പെട്ടു. അല്ലാഹു ആക്കട്ടെ. നമ്മൾ കാണുന്നുണ്ടല്ലേ, പെണ്ണുങ്ങൾ ബുർഖയൊക്കെ ധരിച്ച് മുഖം മറച്ചിട്ട് പോകുന്ന കാണുന്നുണ്ട്. ഓ, അത് മുസ്ലിയാരുടെ ഭാര്യയായോണ്ടാണ്, അവർക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ്. എടാ, ഖുർആൻ ഓതി പഠിക്കുന്ന ശരിക്ക്. വനിസാഇൽ മുഅ്മിനീൻ, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെ ഭാര്യമാർക്കും തങ്ങൾ പറഞ്ഞു കൊടുക്കണം. നീ വിശ്വാസിയാണോ? എന്നാ ഇത് അംഗീകരിക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. വസ്ത്രം ധരിച്ചാ പോരാ, കാല് മറച്ചാ പോരാ, തല മറച്ചാ പോരാ, ശരീരം മറച്ചാ പോരാ, മാറു മറച്ചാ പോരാ, ഔറത്തുകൾ മറച്ചാ പോരാ, ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും അന്യപുരുഷന്മാരെ മറയ്ക്കണം. നീ ഭർത്താവാ, നിന്റെ മുന്നിൽ മറച്ചു പിടിക്കാൻ പാടില്ല, അതവർക്ക് തെറ്റാണ്. നിന്റെ മുന്നിൽ നീ ആവശ്യപ്പെടുന്ന സമയത്ത് മറച്ചു പിടിച്ചാൽ അത് തെറ്റാണ്, അതവൾക്ക് കുറ്റം കിട്ടും. അതല്ല ഈ പറയുന്നത്, അന്യപുരുഷന്മാരിൽ നിന്ന് മറക്കണം. അത് പറയുമ്പോൾ ചില ഫെമിനിസ്റ്റുകൾക്ക് ഇളവും. ഓ, അത് പറ്റൂല, ഞങ്ങൾ തുറന്നിട്ടോ. ഇത് മുസ്ലിമീങ്ങളോടുള്ള ഉപദേശമാണ്, ദീനനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിം സഹോദരിമാരോടുള്ള ഉപദേശമാണ്, ഖുർആന്റെ ഉപദേശമാണ്. ഇത് കുമ്മന ഉസ്താദ് കൊണ്ടുവന്നതല്ല, ഖുർആനാണിത്. ഖുർആനാണ്. വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ
ذلك أدنى أن يعرف فلا يؤذين. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആലപ്പുഴ ജില്ലയിലുള്ള പ്രിയപ്പെട്ടതായ പുറക്കാടുള്ള സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരിമാരെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ലോകത്തുള്ള മുഴുവൻ സഹോദരിമാരോടും വിശ്വാസികളായ സഹോദരിമാരോടുള്ള ഖുർആനിന്റെ വിളംബരമാണ്, വിളംബരമാണ്. അന്യപുരുഷന്മാരുടെ മുന്നിൽ നിങ്ങളുടെ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും മറക്കണേ, പ്രത്യേകിച്ച് മുഖം കൂടി മറക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ. എന്തിനെന്നറിയുമോ? ഖുർആൻ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്, രണ്ട് കാര്യങ്ങളാ. ഒന്നാമത്തെ കാര്യം, അവൾ പതിവ്രതയാണെന്ന് തിരിച്ചറിയുക. മുഖം മറച്ച് നടക്കുന്നവളെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ. നല്ല പെണ്ണാണ്, നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണ് എന്ന് തിരിച്ചറിയുന്നത് മുഖം മറച്ച് നടക്കൽ കൊണ്ടാണ്. ആരാ ഇത് പറഞ്ഞത്? ഖുർആൻ. ഞാനല്ല, ഖുർആനാണിത്. അവരെ തിരിച്ചറിയും. എങ്ങനെ? ആ പോകുന്ന പെണ്ണാണ്, അവൾ കുടുംബത്തിൽ പറഞ്ഞ പെട്ടാ, അല്ല ദീനുണ്ട് കേട്ടോ, ദീനുണ്ടെന്ന് തിരിച്ചറിയും. അങ്ങനെയാണല്ലോ നമ്മളങ്ങനെ മനസ്സിലാക്കലുണ്ട്. ബുർഖയൊക്കെ ധരിച്ച് നല്ല നിൽക്കുന്ന ഒരു പെണ്ണ്, വേറെ രാജ്യത്തോട്ട് വേറെ സംസ്ഥാനത്തോട്ടൊക്കെ പോയ പ്രശ്നമാണ്. ഇത് ധരിച്ചുകൊണ്ട് സിനിമാ കോട്ടയിൽ ഇരിക്കുന്ന താത്താമാരെ കാണാം, അത് വേറെ. ബുർഖയൊക്കെ ധരിച്ച് അത് പിന്നെ വേറെ രീതിക്ക് വേഷവിധാനമായിട്ട് നടക്കുന്നവരുണ്ടാവും. തുണി ഇടാതെ നിന്നിട്ട് സെക്സ് ചെയ്ത് സെക്സ് റാക്കറ്റ് പിടിച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ എല്ലാവർക്കും ഉണ്ട് ഒരു തലമുറക്കല്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സെക്സ് റാക്കറ്റിൽ പിടിച്ച് എറണാകുളത്ത് ഭാഗത്ത് മസാല നടി രേഷ്മയടക്കം കഴിഞ്ഞ കൊല്ലം പിടിച്ചിട്ടുണ്ടായിരുന്നു. പിടിച്ച സമയത്ത് എന്താ ഭയങ്കര മറച്ചു കിടക്കുക, റാഹത്ത്. ജീവിതത്തിൽ ഇതിനു മുമ്പ് മറക്കണേ മറക്കണേ മറക്കണേ, മറക്കത്തില്ല, നമുക്ക് തുറന്നിടണം, കാറ്റ് കിട്ടണം എന്ന് പറഞ്ഞ് നടന്നവരാ. പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മീഡിയയുടെ മുന്നിൽ മറച്ചുകൊണ്ട് കിടക്കണം. ആണോ ഇല്ലേ? എന്തിനാ മറക്കുന്നത്? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് മറച്ചു. കേരളക്കര മുഴുവൻ ഒന്നടങ്കം ചുംബന സമരത്തിൽ നേതൃത്വം കൊടുത്തതാകുന്ന പശുപാലനടക്കം അവസാനം അവന്റെ ഭാര്യ രശ്മിയെ പിടിച്ച സമയത്ത് അപ്പൊ അവര് മറക്കുക, എല്ലാം മറക്കുക, ജനങ്ങളുടെ മുന്നിൽ മറഞ്ഞടക്കുക, ക്യാമറയ്ക്ക് മുന്നിൽ വരുമല്ലോ, ഓടി മാറുന്നു, ഭയങ്കര പരിപാടി. മുമ്പ് ഇതിന് ഷൂട്ടിംഗ് നടന്നിക്കൊണ്ടിരുന്ന ആളുകൾ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്തിനാ അത്? അപ്പൊ ഖുർആൻ പറഞ്ഞ പോലെ ജീവിച്ചോ. പതിവ്രതയാണ് എന്ന് തിരിച്ചറിയാൻ നിദാനമാണ് ഒരു പെണ്ണ് ബുർഖയിട്ട് നടക്കലെന്ന് വിശുദ്ധമായ തീർന്നില്ല. രണ്ടാമത്തെ കാര്യം ഖുർആൻ പറയുന്നു, അതാണ് ഏറ്റവും നമ്മുടെ ഈ കാലഘട്ടത്തിലേക്ക് ചേർത്ത് നോക്കട്ടെ, ഏറ്റവും വലിയ കാര്യം അതാണ്. ഈ ദുനിയാവിൽ അവരെ ശല്യം ചെയ്യുകയില്ല, ശല്യം ചെയ്യുകയില്ല. ഒരാൾ പോലും അവരെ ശല്യം ചെയ്യാതിരിക്കാൻ നിദാനമാണ് മുഖം കൂടി മറച്ച് നടക്കലെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഖം കൂടി മറച്ചു കിടന്നാൽ ഈ ദുനിയാവിൽ ഒരൊറ്റ ഒരാളും അവളെ ചൂടടിച്ച് പുറകെ പോകില്ല. ശരിയല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മുടെ മകള് പ്രായപൂർത്തി എത്തിയ തലം മുതൽ അവളെ നമ്മുടെ മദ്രസയിലേക്ക് വിടുമ്പോഴും അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ സ്കൂളിലേക്ക് വിടുമ്പോഴും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ഔറത്ത് മറച്ചിട്ട് നടന്നാൽ, അതിനു പറ്റിയ സ്കൂളുകളില്ല. മുസ്ലിം സ്കൂളുകളൊക്കെ ആ രീതിയിലേക്ക് ക്രമീകരിക്കുന്ന രീതിയിലാകണം. ഇല്ലെങ്കിൽ മലബാർ ദേശത്ത് ഔറത്ത് മറച്ചുകൊണ്ട് സ്ത്രീകൾ പഠിപ്പിക്കുന്ന എത്രയോ കലാലയങ്ങളുണ്ട്, നമ്മൾ അങ്ങോട്ട് വിടണം. ഇതിനനുസരിച്ച് ജീവിക്കണ്ടേ നമ്മൾ ആ രീതിക്ക് പോകണം. ഇങ്ങനെ മുഖം മറയ്ക്കുന്ന രീതിയിൽ നടക്കുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരാളും അവളെ ശല്യം ചെയ്യൂല. എന്തുകൊണ്ട്? അവളുടെ ശരീരത്തിന്റെ സൗന്ദര്യം ഇന്ന് വരെ മറ്റുള്ളവർ കണ്ടിട്ടില്ല. കാണുമ്പോഴാണല്ലോ ഷൂളടിക്കാൻ തോന്നുക. 350 ബുള്ളറ്റിനെടുത്ത് അതിന്റെ ബൂട്ട് കട്ട് ചെയ്തിട്ട് അതിന്റെ പുറകെ നിൽക്കാൻ തോന്നുന്നത് എപ്പോഴാ? കണ്ടു കഴിയുമ്പോഴാണ്. പെണ്ണിന്റെ സൗന്ദര്യം കണ്ടു കഴിയുമ്പോൾ അത് കൊള്ളാടാ എന്ന് കരുതിക്കൊണ്ട് പോകും. ഇത് മറച്ചിട്ട് നടക്കുന്ന ഒരു പെണ്ണിനെ ഇന്നുവരെ കണ്ടിട്ടില്ല. ഒരു കറുത്ത ഒരു സാധനം ഇങ്ങനെ അവിടെ പോകുന്നതാണ്, എന്താ സംഭവം മനസ്സിലായിട്ടില്ല, ആരും പുറകെ പോകില്ല. അതാണ് ഖുർആൻ പറയുന്നത്, ഫലാ യുഉദൈന, ശല്യം ചെയ്യുകയില്ല അവളെ. പരിശുദ്ധമായ ഖുർആൻ. വീട്ടിൽ നിന്ന് ബുർഖ ഇട്ടുകൊണ്ട് പോയി, കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് റാഹത്തല്ലേ എന്ന് വെച്ചോണ്ട് ഇത് പൊക്കിക്കൊണ്ടിരിക്കുന്നതല്ല. അങ്ങനെയാണെ പോയി. ഇത് പരിപൂർണ അർത്ഥത്തിൽ അതേ നിലയ്ക്ക് നിൽക്കുക. നമ്മുടെ മിക്ക സഹോദരിമാർക്കും, പ്രത്യേകിച്ച് നമ്മുടെ മക്കളിൽപ്പെട്ട പല സഹോദരിമാർക്കും സംഭവിച്ച വിഷയം എന്താ? വീട്ടിൽ നിന്ന് നല്ല മഫ്തൊക്കെ ഇട്ട് നല്ല മുഖത്ത് നല്ല പിന്നൊക്കെ കുത്തി റാഹത്തായിട്ട് പോകും. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്നുമില്ല, തലയിൽ തട്ടോ ഇല്ല, ഒന്നുമില്ല, ഒക്കെ മാറ്റി ബാഗിനകത്ത് വെച്ചിട്ട് റാഹത്തായിട്ട് വേറെ ഏതോ സമുദായത്തിൽപ്പെട്ടതുപോലെ ആയി തോന്നും. അല്ലാഹു നമ്മളെ കാക്കട്ടെ.
ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന, ഇത് പറഞ്ഞണ്ടേ, ഈ സമൂഹം അറിയണ്ടേ. തെറ്റാണ് മക്കളെ, തെറ്റാണ്. പിന്നെ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ട് പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല. ഖുർആൻ പറയുന്നു, ഒരാൾ പോലും നിന്നെ ശല്യം ചെയ്യുകയില്ല നീ ബൂർഖ ധരിച്ച് നടന്നാൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരണം, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം, നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരണം. എങ്കിലേ നമ്മൾ യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ. അങ്ങനെ കൊണ്ടുവന്ന എത്ര ആളുകളുണ്ട്, കൊണ്ടുവന്ന എത്ര സഹോദരിമാരുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നില്ലയോ? മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നില്ലയോ? വദുകുറു ഫിൽ കിതാബി മറിയം ഇദ് തബദത് മിൻ അഹ്ലിഹാ മകാന ശർഖിയാ ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബാ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസ്സല ലഹാ ബശറ سويا قالت إني أعوذ بالرحمن قالت إني أعوذ بالرحمن منك إن كنت تقيا. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു മറിയമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവിയെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഓർക്കണേ, ചിന്തിക്കണേ, ലോകത്ത് എത്രയെത്ര സമുന്നതരാകുന്ന വ്യക്തികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. എത്രയോ സഹോദരിമാര് കോടിക്കണക്കിന് അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. എത്രയോ ആബിദത്തുകളായ വനിതകളുണ്ട്. എത്രയോ ലോകത്ത് സമുന്നതരാകുന്ന വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ കൂട്ടത്തിൽ 114 സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പേര് പറഞ്ഞ ഒരു മകളെയാണ് മറിയം ബീവി അലൈഹിസ്സലാം. അവരുടെ പേരിൽ ഇതാ ഒരു സൂക്തമാണ് സൂറത്തു മറിയം. അതിലൂടെ അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഖുർആൻ ഓതിക്കൊണ്ട് പറഞ്ഞു തരുകയാണ്, വഖുർ ഫിൽ കിതാബി മറിയം. അല്ലയോ നബിയേ, നബിയേ, തങ്ങളെ ഇബ്രാഹിം നബിയെ കുറിച്ച് മാത്രമല്ല ലോകത്തുള്ള അമ്പിയാക്കളെ കുറിച്ച് സ്മരിക്കുന്നത് പോലെ തങ്ങൾ സ്മരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്, തങ്ങൾ സ്മരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് മറിയം ബീവി, മറിയം ബീവി. അതുകൊണ്ട് വദുകുർ ഫിൽ കിതാബി മറിയം, ആ മറിയമിനെ കുറിച്ച് തങ്ങൾ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കണേ. ഇദ് തബദത് മിൻ അഹ്ലിഹാ മകാന ശർഖിയാ ഫത്തഖദത് മിൻ دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം കിഴക്ക് ഭാഗത്തേക്കായിട്ട് ഒരു മഠമുണ്ടാക്കി അതിനുള്ളിൽ ഇബാദത്തിനായി കഴിഞ്ഞുകൂടവേ, ഈ ലോകത്തിന്റെ തമ്പുരാനായ പടച്ചറപ്പിന് സുജൂദിൽ കഴിഞ്ഞുകൂടവേ, ഇബാദത്തെടുത്ത് കഴിഞ്ഞുകൂടവേ, അവിടേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ മനുഷ്യകോലത്തിൽ പറഞ്ഞേക്കുകയാണ്, ഒരു മലക്കിനെ മനുഷ്യകോലത്തിലേക്കുകയാണ്. ഫതമസ്സല ലഹാ ബശറാ സവിയാ. മനുഷ്യനാണ്, 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 മനുഷ്യന്റെ രൂപത്തിലാണ് കടന്നു വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് മലക്കാണ്. പടച്ചറബി കടുത്ത കഴിവിലൂടെ ആ മലക്ക് രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. നല്ല സുന്ദരനായ മനുഷ്യന്റെ രൂപത്തിൽ മറിയം ബീവിയുടെ റൂമിൽ കടന്നു വന്നപ്പോ ഖാലത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വെച്ചുകൊണ്ട് പറയുകയാണ്, നീ റബ്ബിനെ പേടിക്കുന്നവനാണ് എങ്കിൽ റഹ്മാനായ റബ്ബിനോട് നിന്നെ തൊട്ട് ഞാൻ ശരണം തേടുകയാണ്. മാറിപ്പോകണേ, മാറിപ്പോകണേ, നിന്നെ തൊട്ട് ഞാൻ ശരണം തേടുന്നു എന്ന് മറിയം ബീവി പറഞ്ഞ കാര്യം ഈ ലോകത്തിന് പറഞ്ഞു കൊടുക്കണേ നബിയേ. ഇത് പറഞ്ഞു കൊടുക്കുക ഈ സമൂഹത്തിന്. നമ്മുടെ സഹോദരിമാരാ, ഒരു ചക്കൻ അവിടെ കണ്ട്, ചുള്ള ചക്കൻ, അവന്റെ അടുത്തോട്ട് എങ്ങനെയെങ്കിലും എത്താൻ വേണ്ടി ബസ്സിന് ബാക്കിൽ നിൽക്കായിരുന്നു, പതുക്കെ ഫ്രണ്ടിലോട്ട് പോകും.
അല്ലെങ്കിൽ ബൈക്കിലോട്ട് പോകും. അവനൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, ഒരു 10 മിനിറ്റ് അവനോട്ട് വർത്താനം പറഞ്ഞിരുന്നെങ്കിൽ. എടാ, ഇവിടെ ആലപ്പുഴയിൽ നിന്ന് ട്രെയിൻ കയറി വണ്ടി ചേർത്തലയിൽ എത്തിയപ്പോഴേക്കും അവിടെ ഒരു പയ്യൻ അവളുടെ ക്യാബിനിലേക്ക് കയറി. വണ്ടി എറണാകുളത്ത് എത്തിയപ്പോഴത്തേക്കും രണ്ടുപേര് തമ്മിൽ പ്രണയത്തിലായി. തൃശ്ശൂർ എത്തിയപ്പോഴത്തേക്കും രണ്ടുപേര് ടോയ്ലറ്റിൽ പോയി ശാരീരികമായി ബന്ധപ്പെട്ട് ഷൊർണൂർ എത്തുമ്പോൾ രണ്ടുപേരും ഇറങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലം. പറഞ്ഞ സമയമുള്ളൂ. സംഭവം ഒരു 3 മണിക്കൂർ യാത്ര ചെയ്തോളൂ. എല്ലാം കഴിഞ്ഞ് കൊടുക്കേണ്ട മുഴുവൻ കൊടുത്തിട്ട് ഞാൻ പോയിക്കോട്ടെ, അസ്സലാമു അലൈക്കും, അടുത്ത വർഷം കാണാം. ഇതാണ് നമ്മുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ. ഒരു സെക്കൻഡിനുള്ളിൽ വിലപ്പെട്ടത് മുഴുവനും അവൾ കൊടുക്കാൻ, മറ്റുള്ളവർക്ക് കൊടുക്കാൻ. വിലപ്പെട്ടത് ഉണ്ടായിരുന്നു, അത് മുഴുവനും കൊടുത്തു സെക്കൻഡിനുള്ളിൽ. അഥവാ കുറഞ്ഞ സമയം കൊണ്ടാണ് പ്രണയങ്ങൾ രൂപപ്പെടുന്നത്. കുറഞ്ഞ സമയം. ഒരാളെ കണ്ടു, ഒരിക്കൽ ഇങ്ങനെ ചിരിച്ച്, അവന് കോൾഗേറ്റിന്റെ പരസ്യമായിരുന്നു. അവനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര റാഹത്ത്, നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോഴേ അങ്ങ് എന്താ സംഭവം, നീ അവനെ ഇഷ്ടപ്പെടാനെന്താ? നല്ല ഇളിയാണ്, നല്ല ചിരി, പാപ്പായെ പോലെ നല്ല. അതാ കാരണം. ഇതാണ് അങ്ങനെ സെക്കൻഡിനുള്ളിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാലം. എന്തോ ചിന്തിച്ചു നോക്കിയേ. എന്നിട്ട് അവസാനം തള്ളിപ്പറയുന്നത് ആരെയാ? 20 വർഷം അവൾക്ക് ഭക്ഷണം കൊടുത്ത, അവളുടെ കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിച്ച, അവൾക്ക് വേണ്ടി പണിയെടുത്ത പാവപ്പെട്ട പ്രിയപ്പെട്ട ഭർത്താവിനെയും അവളുടെ പ്രിയപ്പെട്ട ഉപ്പയെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇതര സമുദായത്തിലെയും മുസ്ലിം സമുദായത്തിലെ തന്നെ അവൾ കണ്ണിനാകുന്ന ചെറുപ്പക്കാരോടൊപ്പം കോടതി മുറിയിൽ വെച്ചിട്ട് ഈ ഉപ്പ എനിക്കൊന്നും തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന സഹോദരിമാരില്ലേ? അല്ലേ കാലഘട്ടം. ആ ഉപ്പാടെ നെഞ്ചത്തടിക്കുക. 20 കൊല്ലം 30 കൊല്ലം അവൾക്ക് ഭക്ഷണം കൊടുത്ത വാപ്പായെ പറയാ, ഈ വാപ്പ ഒന്നും എനിക്കൊന്നും തന്നിട്ടില്ല. പിന്നെ ആരാ തന്നത്? 5 മിനിറ്റ് കല്യാണ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളിച്ച കാക്കായാണ് അവൻ്റെ അവിടെ പോയേക്ക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്ത് സംസാരിച്ച് ഭയങ്കര പ്രണയം. അവസാനം വടകര ഉള്ളൊരു ചങ്ങായി കൊല്ലത്ത് വന്ന് ഇറങ്ങി വന്ന് നോക്കുമ്പോഴത്തേക്കും 85 വയസ്സുള്ളൊരു കാക്ക, ഞാൻ തന്നെയാണ് നിനക്ക് വാട്സാപ്പിൽ ഇത്രയും നാൾ മെസ്സേജ് അയച്ച്, ബാ പോവാ. അവളെ ബോധം കെട്ട് വീണിട്ട് അവളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഇതൊക്കെ ഉണ്ടായ ചരിത്രമാണ്, വെറുതെ പറയല്ല. ബോധം കെട്ട് അവിടെ വീണിട്ട് അവസാനം റെയിൽവേ പോലീസ് പൊക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വെള്ളം തെളിച്ച് ചോദിച്ചപ്പോൾ ഇതാ അവസ്ഥ. ഫോൺ വിളിക്കുമ്പോൾ നമ്മളവർക്ക് നല്ല ചൊറുക്കുള്ള നല്ല വാക്കാണ്. 85 വയസ്സുള്ളൂ, ചാകാറായി നിൽക്കുമായിരുന്നു. അവസാനം അതിനു മുമ്പായിട്ട് ഒരു മധുവിധു ആഘോഷിക്കാമെന്ന് കരുതിയാണ്. അള്ളാഹു നമ്മുടെ കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് കിന്നാരം കേട്ടുകൊണ്ട് വർത്തമാനം കേട്ടുകൊണ്ട് നീ ഇറങ്ങണ്ട. ജീവിതം കൈപ്പുള്ളതാണ്, വളരെയേറെ അപകടത്തിലേക്ക് നീ എത്തും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നീ നിന്റെ വാപ്പയും ഉമ്മയും പറയുന്ന രീതി, നിന്റെ വാപ്പയും ഉമ്മ ഒരിക്കലും നിന്നെ അപകടത്തിൽ കൊണ്ടുപോകില്ല. അവർ കൊണ്ടുപോകുന്നത് നിന്നെ ഹൈറായ നിലയ്ക്കാണ്. നല്ല രീതിയിൽ, നല്ല വീട്ടിൽ, നല്ല കുടുംബമാണ് അവർ നോക്കുന്നത്. നീ എന്താ മനസ്സിലാക്കിയത്? അത്തരത്തിലുള്ള ഒരു കുടുംബത്തിലേക്ക് തന്നെ, നല്ല ഒരു കുടുംബത്തിലേക്ക് തന്നെ നിന്നെ പറഞ്ഞയച്ചാൽ പോലും വാപ്പയ്ക്കും ഉമ്മയ്ക്കും അന്നത്തെ രാത്രിയിൽ ഉറക്കമില്ല, നെഞ്ചിടിപ്പാണ്. അന്നത്തെ രാത്രിയിൽ എന്നല്ല, എന്നും നിന്നെ ഓർത്തിട്ട് നെഞ്ചിടിപ്പാ ഒരു തീക്കനലാണ്. കാരണം അവിടെയും നീ റാഹത്തായ നിലയിൽ കഴിയുമോ എന്നുള്ള ചിന്ത. അപ്പൊ നീ വേറെ രീതിക്ക് പോയാലോ? അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അത്തരത്തിൽ ചെയ്തിട്ടുള്ള സഹോദരിമാരാരെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ പൊരുത്തം ചോദിക്കണം ഉപ്പയോടും ഉമ്മയോടും. എത്രയും പെട്ടെന്ന് തൗബ ചെയ്തു പോയ തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചെറിയ വിഷയമല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, إني لأبغض المرأة تخرج من بيتها وتجر ذيلها وتشتكي عن زوجها. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു പെണ്ണിനോട് എനിക്ക് വല്ലാത്ത ദേഷ്യമാണ് സ്വഹാബ. ഒരു പെണ്ണിനോട് എനിക്ക് വല്ലാത്ത ദേഷ്യമാണ്. തഖറുജു മിൻ ബൈതിഹാ, അവള് സ്വന്തം വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്, ഭർത്താവിനെ മറക്കുകയാണ്. എന്റെ ഭർത്താവ് എനിക്കൊന്നും തന്നെ നൽകുന്നില്ല എന്ന് അവൾ അവകാശം ഉന്നയിക്കുകയാണ്. കഥയല്ലത്, ജീവിതത്തിൽ പോയി കേസ് കൊടുക്കുകയാണ്. അവൾ ഭർത്താവിനെ വിളിച്ച് ക്രൂശിക്കുകയാണ്. പല രീതിയിലും പലരോടും പോയിട്ട് പറയുകയാണ്, പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കണം. അതിനെ കുറിച്ചല്ല കുമ്മനം ഉസ്താദ് പറയുന്നത്. ചെറിയ നിസാരമായ പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബവുമില്ല, ഒരു ചെറിയ പിണക്കം പോലുമില്ലാത്ത ഒരു കുടുംബവുമില്ല. പക്ഷേ ആ പിണക്കങ്ങൾ വലിയ വലിയ പിണക്കത്തിലേക്ക് കൊണ്ടുപോയി പർവ്വതീകരിച്ച് പ്രശ്നം വലുതാക്കി കൊണ്ടുവന്ന കോടതി മുറിയിലേക്ക് എത്തിക്കുന്നവരെ, അവസാനം ത്വലാഖിലേക്ക് കൊണ്ടെത്തിക്കുന്ന
കഴിയുന്നവരെ എത്രയോ കേസുകളാണ് മഹല്ലുകളിൽ കെട്ടിക്കിടക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വന്തം ഭർത്താവിന്റെ സൗന്ദര്യം ചുക്കിച്ചൊളിയുമ്പോ ആ ഭർത്താവിനെ മറന്നുകൊണ്ട് മറ്റൊരു കാമുകനുമായി പ്രണയത്തിലകപ്പെട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുന്ന പെങ്ങളെ, തഖറുജു മിൻ ബൈതിഹാ തജറു ദൈനഹാ, അവൾ കറങ്ങി നടക്കുകയാണ്. ഈ ദുനിയാവിൽ അവൾ പോകാത്ത പാർക്കുകളില്ല, അവൾ പോകാത്ത മാളുകളില്ല, അവൾ കറങ്ങി നടക്കാത്തതാകുന്ന സ്ഥലങ്ങളില്ല. എല്ലാ സ്ഥലത്തും കറങ്ങി നടക്കുകയാണ്. ഒരൊറ്റ വാക്ക് മാത്രമാണ് അവൾക്ക് പറയാനുള്ളത്, തസ്തകീ അൻ സൗജിഹാ. അവരുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് അനാവശ്യം പറയുകയാണ്. ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പെങ്ങളെ, ചിന്തിക്കണേ. നിന്റെ ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ചത്, നിന്റെ ജീവിതത്തിന് വേണ്ടി പ്രവാസ ജീവിതത്തിലേക്ക് പോയി ജീവിതം മുഴുവനും ത്യജിച്ചത് നിന്റെ മക്കൾ കന്നമോട്ടാണ്. നിനക്ക് ഭക്ഷണം നൽകാൻ, നിനക്ക് വസ്ത്രം നൽകാൻ, നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി വീട് വെക്കാൻ, നിന്റെ സഹോദരിയെ വിവാഹം കഴിപ്പിച്ചയക്കാൻ, എന്തൊക്കെ കാര്യത്തിന് വേണ്ടി പ്രയാസം അനുഭവിച്ച പ്രിയപ്പെട്ട ഭർത്താവ്, ആ ഭർത്താവിനെ അവസാനമായി പുറം കാലുകൊണ്ട് തള്ളിക്കളഞ്ഞിട്ട് എന്റെ ഭർത്താവ് എനിക്കൊന്നും ചെയ്തില്ല എന്ന് പറയുന്ന പെങ്ങളെ, അത്തരത്തിലുള്ള സഹോദരിയെ എനിക്ക് കണ്ണിൽ കാണേണ്ടതില്ല, എനിക്ക് അവളോട് ദേഷ്യമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണിത് പറഞ്ഞത്? മുഹമ്മദ് റസൂലുള്ളാഹി. ഇന്നീല ഉബ്ഗദുൽ മർഅ, ഒരു പെണ്ണിനോട് എനിക്ക് വല്ലാത്ത ദേഷ്യമാണ്. അവള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അയൽവക്കക്കാരോടൊക്കെ പറയാ, ഓ നമ്മളെ കാക്ക ഒരു ഗുണമില്ല എന്ന് പറഞ്ഞടക്കുക ഒക്കെ ഇന്ന് സമൂഹത്തിലുണ്ട്. ഇനി ഉണ്ട് ഭർത്താവ് അല്പം ബുദ്ധിമുട്ടാൻ, നമുക്ക് കാര്യങ്ങളൊന്നും നൽകുന്നില്ല. നമ്മൾ ഈ അയൽവാസികളോടും വാട്സാപ്പിൽ കൂട്ടുകാരോടും ഒക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? പറയേണ്ടത് റബ്ബിനോട് പറ. നീ നിസ്കരിച്ചിട്ട് പാതിരാത്രി സമയത്ത് നിസ്കരിച്ച് തഹജ്ജുദ് നമസ്കരിച്ച് ഇബാദത്ത് എടുത്തിട്ട് റബ്ബിനോട് പറ, അല്ലാഹ് നീ എന്നെ രക്ഷിക്കണേ റഹ്മാനെ. ഈ കുടുക്കി കൊണ്ടുവന്ന് അയവാന്റെ അടുത്താണല്ലോ കെട്ടിച്ചത്. അയവാൻ എന്ന് പറയണ്ട, ഈ പാവപ്പെട്ടവന്റെ അടുക്കലാണല്ലോ കൊണ്ടുവന്ന് കെട്ടിച്ചത്. അല്ലാഹു നീ എന്നെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ എന്ന് പറഞ്ഞത് ആരൊക്കെ റബ്ബിനോട് പറയാ. നമ്മളത് ചെയ്യൂല. നമ്മൾ കൂട്ടുകാരികൾക്ക് അയച്ചു കൊടുക്കുക, എന്നോട് ഈ ചമ്മന്തിയാ, നിനക്കെന്താ? എനിക്ക് കുഴിമന്തിയാ. ഒന്ന് ചമ്മന്തി മറ്റൊന്ന് കുഴിമന്തി. ഇതാണ് നമ്മുടെ അവസ്ഥ. അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സാപ്പിൽ അയക്കുക, എന്നിട്ട് ഫുഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുക്കുക, കഥ പറയും. ഇതൊക്കെയാണ് ഇന്നത്തെ ഗ്രൂപ്പ്. വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ചർച്ചകൾ ഇതാ. അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറ തിരിച്ചിട്ട് അവിടെ ഇവിടെ വെക്കുന്ന ഭക്ഷണങ്ങൾ കാണിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ഭർത്താവ് വിട്ടു കൊടുക്കുന്ന ഡ്രസ്സ് പറഞ്ഞത് ഇതാണ് നമുക്കിന്ന് ഇടാനുള്ളത്. ഓരോ കല്യാണത്തിനും പുതിയ പുതിയ ഡ്രസ്സ് വേണമെന്ന് വാദിച്ചാൽ എങ്ങനെ ശരിയാകുക? എല്ലാ ആഴ്ചയും കല്യാണങ്ങളുള്ളതല്ലേ? ചിന്തിച്ചു നോക്ക്. കുടുംബമായി കഴിയുന്നവർക്ക് അതിന്റെ ചെലവുകളും ചുറ്റുവട്ടങ്ങളും അറിയാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലും ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിലും ഉള്ളതുകൊണ്ട് പിടിച്ച് മിതത്വം കാണിച്ചാൽ അള്ളാഹു ബർക്കത്തിയും, ഒരു വ്യക്തി ദുർവ്യയം കാണിച്ചാൽ അവനെ അള്ളാഹു ഫഖീറാക്കും, ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് എത്തിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത് ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിക്കണം. എല്ലാത്തിനും വില കൂടാ, പെട്രോളിന് വില കൂടി, ഡീസലിന് വില കൂടി, ആകെ ഇടങ്ങേറാണ്. ഇനി അങ്ങോട്ടുള്ള ജീവിതം എങ്ങനെയാണ്? ഒരു സാധാരണക്കാര് നോർമൽ ജീവിക്കുന്നവൻ എങ്ങനെ ജീവിക്കും? ഇനി അങ്ങോട്ട് പ്രയാസമാണ്. അതുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വിഷയത്തിലും നിന്റെ വിഷയത്തിലും നിന്റെ മക്കളുടെ വിഷയത്തിലുമൊക്കെ ഒരു മിതത്വം കാണിക്കാം. മക്കള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വാപ്പാക്ക് ഇന്റർജോയ് എന്ന് പറയും. എല്ലാ ദിവസവും ഇന്റർജോയ് വാങ്ങിച്ച് നീ അല്ലണ്ട. മനസ്സിലായില്ലേ? ഇന്റർജോയ് അറിയത്തില്ലേ? തെരീമിക്കാൻ മനസ്സിലായില്ലേ? 40 രൂപ വിലയുള്ളൂ. വളരെ ലൈറ്റായിട്ട് ചെറിയ സാധനം, കളി സാധനം. ഇപ്പോഴത്തെ പിള്ളേർ ആവശ്യപ്പെടുന്ന അതൊക്കെയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയും വാപ്പ 2 പാക്കറ്റ് ലേസ് വന്നേക്കണേ. ഇത് ഡെയിലി വാങ്ങിച്ച് ലേസും വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ലേസുമായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഇരിക്കേണ്ടി വരും ലാസ്റ്റ്. അതുകൊണ്ട് മക്കൾക്കൊക്കെ മിതത്വം കാലിക്കുക. ഈ ലേസും അത്തരത്തിലുള്ള ക്രീമും ഐസ്ക്രീമും മറ്റു സാധനങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക. അതൊക്കെ ഒരു മാസത്തിലൊന്നാക്കുക. ഡെയിലി അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ട് ശീലിപ്പിക്കാൻ പാടില്ല. വീട്ടിലേക്ക് എല്ലാ ദിവസവും വൈകിട്ട് വരുമ്പോഴത്തേക്കും 55 രൂപയുടെ കടല ഒരു കിറ്റിലാക്കിയിട്ട് റാഹത്തായിട്ട് അങ്ങനെ നമ്മൾ ശീലിക്കണ്ട. നമ്മൾ കുറെ മിതത്വം വരണം ജീവിതത്തിൽ. എല്ലാ ദിവസവും വൈകിട്ട് വരുമ്പോഴത്തേക്കും പൊറോട്ടയും ബീഫും കൊണ്ടുവരിക. മിതത്വം പാലിക്കുക. മാസത്തിലൊന്ന് നമ്മൾ കൊണ്ടുപോകണം. വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് നല്ലൊരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു ഫാമിലി റൂമിൽ മാറിയിരുന്ന് റാഹത്തായ നിലയിൽ നല്ലൊരു ഭക്ഷണം കഴിച്ചു. മീഡിയം നിലയ്ക്കുള്ള നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിച്ചു. ആയിക്കോട്ടെ, അത് വിഷയമില്ല, അത് അനുവദിക്കുന്നതാണ്. അങ്ങനെ പോകണം. ഇടയ്ക്ക് നമ്മളൊരു ഔട്ടിങ്ങിന് പോകണം, ഇടയ്ക്കൊന്ന് പോകണം.
കടപ്പുറത്തൊക്കെ ഒന്ന് പോയിട്ട് ആ 10 പുരുഷന്മാരും ഒന്നും ഇല്ലാത്ത ഒരു ഭാഗത്ത് കുറച്ച് ഒരു 10 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യണം. അതിനൊന്നും ദീന് നമ്മളെതിര് പറയുന്നില്ല, അതിനൊന്നും എതിരല്ല. കൂടിക്കലരലും പാട്ടും ഉത്സവവും മറ്റു വിഷയങ്ങളാണ് ശറഅ അനുവദിക്കാത്തത്. കടപ്പുറത്ത് പോകരുതേ എന്ന് ഇവിടെ ആരും പറയുന്നില്ല, പൊയ്ക്കോ. പക്ഷെ അതിനനുസരിച്ചുള്ള രീതിയിൽ ശരീരത്തിന്റെ നഗ്നതകൾ മറച്ചിട്ട് മറ്റുള്ള പുരുഷന്മാർ കാണാത്ത രീതിയിൽ ഒരു ഭാഗത്തൊതുങ്ങി ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്ന് കടലിന്റെ ആസ്വാദത കണ്ടിട്ട് കുറച്ചവിടെ ഇരുന്ന് പടച്ചവൻ ഇതൊക്കെ നീ സൃഷ്ടിച്ചല്ലോ, സുബ്ഹാനല്ലാഹ്, അത് ഭയങ്കര ഒരു പ്രതിഭാസമാണ്. ഇതിങ്ങോട്ട് ഇന്നാളൊന്ന് കയറിയപ്പോഴാണല്ലോ നമ്മുടെ വീടും പരിസരവും ഒക്കെ നഷ്ടപ്പെട്ടു പോയത്. ഇതൊന്നും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ എന്നുള്ളതൊക്കെ ചിന്തിച്ച് നമ്മൾ കുറച്ചേരം ഫിക്റിലായിരുന്നിട്ട് അതിനു മുമ്പ് തന്നെ വേഗം തന്നെ തിരിച്ച് വീട്ടിലേക്ക് വരിൻ, പുരുഷന്മാര് പള്ളിയിലേക്ക് പോകും. അതൊക്കെ ചെയ്യാൻ ദീൻ അംഗീകരിച്ചതാണ്.